Hi everyone, welcome to my channel. ഇന്നിപ്പോൾ ഒരു വ്ളോഗ് ടൈപ്പ് ചെയ്യാൻ തോന്നി. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പം ഇന്ന് കുറച്ച് കൂടുതൽ പണി ഉള്ള ദിവസമായിരുന്നു. ക്ലീനിങ് ആയിരുന്നു മെയിനായിട്ട്. കിച്ചൺ, കൗണ്ടർ ടോപ്പ്, അതിൻ്റെ കബോർഡ്സ് എല്ലാം കുറച്ച് ഡീപ്പ് ക്ലീനിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എവിടെയായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഇതുപോലെ ഉണക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റെയർ ഏരിയ ആണ്, ബാൽക്കണി അല്ല. അപ്പോൾ സ്റ്റെയർ ഏരിയയിലാണ് എനിക്ക് കുറച്ച് കൂടുതൽ വെയിൽ കിട്ടുന്നത്. ബാൽക്കണിയിൽ ഇത്രയും വരത്തില്ല, കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കിട്ടാറില്ല. തന്നെയല്ല വെയിൽ വരുമ്പോഴത്തേക്കും കുറച്ച് താമസിക്കും അവിടെ. ഇപ്പോൾ ഇതൊരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് ഇത് നന്നായിട്ട് എനിക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ സ്റ്റെയർ ഏരിയയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നന്നായിട്ടൊരു നല്ല വെയിൽ കിട്ടുന്നൊരു ഇതാണ്. എന്തെങ്കിലും ഡ്രൈ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഞാൻ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ കുറച്ച് ഐക്യ എന്നുള്ള കുറച്ച് പ്രോഡക്റ്റ്സ്, വളരെ നല്ല പ്രോഡക്റ്റ്സ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിരിക്കുന്നൊരു കോർണർ ഷെൽഫാണ്. ഇത് ഇപ്പോൾ 2 ടയർ ആയിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇതിങ്ങനെ സിംഗിൾ പീസസ് ആയിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതെന്നിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, അവിടെ ഇത് പിടിപ്പിക്കാനുള്ള ഓരോന്നും അതിൻ്റെ മേളിൽ പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ ഐക്യയുടെ ഓരോ പ്രോഡക്ട്സും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കൗണ്ടർ ടോപ്പ് ഇങ്ങനത്തെ ഒരു ഷെൽഫ് നമ്മൾ വാങ്ങുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിലും വളരെയധികം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു 4-5 സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഓരോ കൗണ്ടർ ടോപ്പിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഐക്യയുടെ ഒരു നല്ല പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഹൈദരാബാദിൽ ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. താമസിയാതെ നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറച്ച് പുളി, കല്ലുപ്പ്, എണ്ണ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാനിവിടെ വയ്ക്കുന്നത്. പിന്നെ താഴത്തെ ആ സ്പേസ് എന്ന് പറയുന്നത് ഈ ചൂടുള്ള എന്തെങ്കിലും പാത്രം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദോശക്കല്ല്, അങ്ങനെയുള്ള അപ്പച്ചട്ടി എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇത് മെറ്റലായതുകൊണ്ട് ഇതിന് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ പിള്ളേരുടെ കയ്യോ കാലോ ഒന്നും തട്ടുമില്ല, നമ്മുടെ കയ്യോ കാലോ തട്ടില്ല. അപ്പോൾ വളരെ സേഫായിട്ട് നമുക്കവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണിത്. വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വാങ്ങി ഇത് കീപ്പ് ചെയ്യണം. വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് പറയാൻ മറന്നു. ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിയത് UAE നിന്നാണ്. ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ആപ്പിൾ കട്ടറാണ്. കണ്ടപ്പോൾ ഒരു രസം തോന്നി വാങ്ങിയതാണ്. അത്ര അധികം വില അവിടെ ഉണ്ടായിരുന്നില്ല. ആപ്പിൾ കട്ടർ ശരിക്കും നമ്മുടെ കയ്യിലുള്ള പിച്ചാത്തി കൊണ്ടൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാലും ഇരിക്കട്ടെ എന്ന് കരുതി വാങ്ങിച്ചത്. പിന്നെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞത്, ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫ്രീസർ ബാഗാണ്. അപ്പോൾ ഫ്രീസറിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബാഗിലാക്കി കവർ ചെയ്ത് ഒരു ലോക്ക് പോലത്തെ വേറെത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ കേടുകൂടാതെ ഒരുപാട് സമയം ഇരിക്കും. തന്നെയല്ല നമുക്കിത് ഏത് മന്താണ് നമ്മളിത് വച്ചിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഏത് ദിവസം, അങ്ങനെ അവിടെ എഴുതി വെക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളധികം അങ്ങനെ ഫ്രീസറിൽ വയ്ക്കാറില്ല. എങ്കിലും ഇപ്പോൾ ഫിഷൊക്കെ തന്നെയാണെങ്കിൽ ചിലപ്പം കൂടുതൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റൊക്കെ ഒന്ന് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ, ഫിഷോ മീറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇത് വളരെ നല്ല വേറൊരു പ്രോഡക്റ്റാണ് അവരുടെ. പിന്നെയുള്ളത് ഇത് എൻ്റെ ഒരു ബൗളാണ്, മിക്സിംഗ് ബൗളാണ്. ഇതിൻ്റെ 2 പീസ് ഉണ്ട്, വലുതും 2 പീസ് ചെറുതും വാങ്ങിയിട്ടുണ്ട്. അതും വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും, പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അരി ഉഴുന്നൊക്കെ നമുക്ക് വെള്ളത്തിലിടാനാണെങ്കിലും നമുക്കത് ഈ പാത്രം നല്ല യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരി, 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കണം, അപ്പോൾ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ 2 ബൗളും വളരെ എനിക്ക് യൂസ്ഫുള്ളാണ് കിച്ചണിൽ. അപ്പോൾ ഇനി അടുത്തതൊരു കൊലണ്ടറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ ബ്ലോഗ്സിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുക്കറി ബ്ലോഗ്സിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അവർ ഈവൻ കിച്ചൺ ഡെക്കർ ഐറ്റമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് കണ്ട് ഒരു ആഗ്രഹം തോന്നി വാങ്ങിയതാണ്.
പക്ഷേ അരി വാർക്കാൻ പറ്റില്ല, ആ ഒരു പർപ്പസിന് നമുക്ക് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ കൊളണ്ടർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ സ്റ്റൈലിഷുമാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭംഗിയാണ്, വളരെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഇതിന്. ഒരു മെറ്റാലിക് എന്തോ ഒരു മെറ്റാലിക് ടൈപ്പാണ്, അപ്പോൾ വളരെ നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഹൈദരാബാദിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അവിടെയുള്ളവർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദ് ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഐക്യയിൽ പോകണം കേട്ടോ, അത് ഒരു മസ്റ്റാണ് ഒന്ന് പോകേണ്ടത്. അടുത്തതൊരു ഇത് കപ്പാണ്, കോഫി മഗ് എന്ന് പറയാം, അല്ല കോഫി മഗ് എന്ന് പറയാം, ഒരു ഗ്ലാസ് ടൈപ്പാണത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കപ്സിനോടും മഗ്സിനോടും കുറച്ച് ഒബ്സഷൻ കൂടുതലാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഐറ്റം അല്ലെങ്കിൽ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് വേണ്ടി വാങ്ങിയ 2 മഗ്ഗാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അതിൻ്റെ സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു കളക്ഷൻ, ഒരു കളക്റ്റബിൾ ഐറ്റം എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇതവരുടെ ഒരു പ്രത്യേക ഒരു സീസണിൽ കിട്ടിയൊരു പ്രോഡക്റ്റാണ്. പിന്നെ അത് കണ്ടിട്ടില്ല ഞാനവിടെ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളർ മഗ്, ഇതിൻ്റെ ഒരു പെയറും കൂടെ ഉണ്ട്, ഇതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു പെയറായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മഗ്സ് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാൻഡ്. ഇത് എൻ്റെ കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പെയർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ടാമത്തതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് കോമൺ ആയിട്ട് മിക്കവരുടെ കയ്യിലുള്ളൊരു മഗ്ഗാണ്. ഐക്യ കപ്പ് അല്ലെങ്കിൽ ഐക്യ മഗ് എന്നൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുക്കിംഗ് കൂടെ നടക്കണം, ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇന്നൊരു എഗ്ഗ് കറി നീർദോശ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനു വേണ്ടി വെള്ളം ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മുട്ട പുഴുങ്ങാനിടുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളത്തിലേക്ക് വേണം മുട്ട പുഴുങ്ങാൻ, എങ്കിൽ മാത്രമേ മുട്ടയുടെ തോട് പൊട്ടാതെ നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും പറയില്ലേ എൻ്റെ മുട്ടയുടെ തോട് പൊട്ടി അത് കലങ്ങി, അങ്ങനെ ഇല്ല. തിളച്ച വെള്ളത്തിലേക്ക് മുട്ട ഇടുകയാണ് വേണ്ടത്, അല്ലാണ്ട് മുട്ടയും വെള്ളവും കൂടെ ഒരിക്കലും സ്റ്റൗവിലേക്ക് വെക്കരുത്. തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കൂ, എന്നിട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യുമ്പോൾ മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് വേണം മുട്ട പതിയെ ഇറക്കി വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സബോളയൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ്, ഇതും ഐക്യെന്നുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇനി കട്ടിംഗ് ബോർഡ് എന്താ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വൃത്തിയാകാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്തുനിന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പാടുകളൊക്കെ വന്നത്. അപ്പോൾ പക്ഷേ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുമെങ്കിലും ചിലപ്പോഴേ സമയം കുറച്ച് കൂടുതൽ വയ്ക്കുമ്പോൾ അതങ്ങോട്ട് ഈ കളറിൽ 2-3 പ്രാവശ്യത്തെ ഇത് കൊണ്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണത്. പക്ഷെ കളയാൻ തോന്നില്ല, കാരണം നല്ല കട്ടിംഗ് ബോർഡാണ്, മരത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കട്ടിംഗ് ബോർഡും ഐക്യയിൽ തന്നെ വാങ്ങിയതാണ്. അപ്പം കട്ടിംഗ് ബോർഡ്സ് അവരുടെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ ചെറിയ ബൗളെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച വലിയ ബൗളിൻ്റെ തന്നെ ഒരു ചെറിയ ബൗൾ, അതിൻ്റെ കുഞ്ഞു ബൗളാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. അവിടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറച്ച് നല്ലതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിയാമല്ലോ, ഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ 2 ടൈപ്പ് ബ്ലേഡുണ്ട്. ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വലുതും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് വലിയ പീസസായിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ള അടുത്ത ബ്ലേഡ്. അപ്പോൾ ഇതും വളരെ നല്ല യൂസ്ഫുള്ളാണിത്. പിന്നീട് ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണിത്. ഇത് 3ഉം സെറ്റായിട്ട് വാങ്ങിയതാണ്. വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസ് വെയറാണ്. ഗ്ലാസ് വെയർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സ്റ്റോറേജിനായിട്ടുള്ള ഗ്ലാസ് വെയറാണ്. പിന്നെ ഭയങ്കര നല്ല എയർ ടൈറ്റാണ് സംഭവം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെയും അത് പുളിക്കത്തില്ല. നമ്മൾ പുറത്തേക്ക് വെച്ചാൽ തുറന്നു വെച്ചാൽ പുളിക്കുള്ളൂ. അത്രയ്ക്കും എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ വളരെ നല്ലതാണ്. എനിക്ക് 3ഉം യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇതിൽ ആദ്യത്തേൽ ഞാൻ കാണിച്ചതിൽ ക്യാപ്പച്ചീനോയുടെ ക്രീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തതിൽ ഇത് ഞാൻ ഈ ശർക്കര ഞാൻ ഉരുക്കിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എപ്പോഴും കിട്ടിക്കഴിയുമ്പോൾ ഉരുക്കി വെക്കും. കാരണം ഒന്നാമത്തെ പൂപ്പലൊന്നും കയറില്ല, രണ്ടാമത്തെ എനിക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അതിൽ നിന്ന് എടുത്ത് ഒരു തവിയെടുത്ത് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഉരുക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊരു ടിപ്സാണ്, ഒരു കിച്ചൺ ടിപ്സാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഉരുക്കി വയ്ക്കാൻ നല്ലൊരു പാത്രം. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ഇതാണ്. അതിനകത്ത് നമുക്കിപ്പം ലെഫ്റ്റ് ഓവർ വരുന്ന കുറച്ച് കറികൾ, ഇപ്പോൾ സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ 2 ദിവസത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇതിനകത്ത് ആദ്യം തന്നെ പകർത്തി വെച്ചാൽ ഒട്ടും ചീത്തയാവില്ല, നല്ല ഹെവി ആയിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇതാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരെണ്ണം വാങ്ങിക്കണം. കുറച്ച് പ്രൈസി ആണെന്ന് തോന്നുന്നു ഇത് കമ്പാരിറ്റീവ്ലി. വേറെ ടൈപ്പ് ഇതുണ്ട്. ഇതാണ് എനിക്ക് വേറെ ടൈപ്പ് ഈ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സും ഉണ്ട്, പക്ഷേ ഈ കണ്ടെയ്നർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ മുട്ട കിടന്ന് വേകുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. കണ്ടോ, ഇതുവരെ ഒന്നും പൊട്ടിയിട്ടില്ല, അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ വേണം ചെയ്യാൻ. തിളച്ച വെള്ളത്തിലേക്ക് വേണം മുട്ട പുഴുങ്ങാനിടാനായിട്ട്, അല്ലാണ്ട് തിളച്ച വെള്ളവും മുട്ടയും കൂടി ഒരുമിച്ച് വെച്ച് പുഴുങ്ങാനായിട്ട് സ്റ്റൗവിൽ വെക്കരുത്. അത് ചെറിയ ടിപ്സ് തന്നാണേ. അപ്പം മുട്ടക്കറിക്ക് വേണ്ടി ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി അരയ്ക്കണം. ഇനി മുട്ടക്കറിക്ക് വേണ്ടി തയ്യാറാക്കിയത് ഒരു വലിയ സബോള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടിച്ചത്, ഒരു തക്കാളി, ഒരു 2 കതിർപ്പ് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് അതിൻ്റെ പൊടികൾ നമ്മൾ പാചകം ചെയ്യുന്ന സമയം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് അധികമൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഞാൻ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർക്കുന്നുള്ളൂ. മല്ലി ഞാൻ പറഞ്ഞില്ല, ഗരം മസാലയിൽ ഓൾറെഡി ഞാൻ കുറച്ച് ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്, അപ്പോൾ എക്സ്ട്രാ മല്ലി ഇട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട ഞാൻ ഓഫ് ചെയ്തു, സ്റ്റൗ ഓഫ് ചെയ്തു. കണ്ടോ, ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല, എല്ലാം നല്ല കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം മുട്ട പുഴുങ്ങാൻ. അപ്പം നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അരി അരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഒന്ന് അരി അരച്ച് വെച്ചേക്കാം, പിന്നെ അത് കഴിഞ്ഞ് കറി ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ചുട്ട് കൊടുക്കാമല്ലോ. മോനിപ്പോൾ എക്സാം കഴിഞ്ഞ് എത്തും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ടതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി, അത് ഒരു ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് 2 ബാച്ചായിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അരി തേങ്ങാക്കൊത്ത് അരി എടുത്ത് വെച്ച അരിയുടെ പകുതിയാണ് ഇട്ടിട്ടുള്ളൂ, പകുതി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ജീരകം ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ഉള്ളി ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ തേങ്ങാക്കൊത്തും പച്ചരിയും ഉപ്പും ചേർത്ത് മാത്രമാണ് അരയ്ക്കുന്നത്. അപ്പം അരച്ച് വരാം. ഓക്കെ, അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാടിങ്ങനെ ഭയങ്കര വെണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പൊക്കെ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നീർദോശ എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെള്ളം നമ്മൾ സാധാരണ ദോശയിലും കുറച്ചും കൂടെ കൂടുതലാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒഴിക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ നോൺ സ്റ്റിക്കിലേക്കോ അല്ലെങ്കിൽ അയണിൻ്റെ ദോശ തവയിലേക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മറ്റ് ദോശ പോലെ ഒന്ന് കുറുകിയല്ല ഇരിക്കുന്നത്, കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് ലൂസാക്കിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അരി ഞാൻ അരച്ച് മാറ്റി വെച്ചു. ആദ്യം ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുന്നു. അതിനുശേഷം അതിന് ആവശ്യം വേണ്ട വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ്. പിന്നീട് കടുകും കുറച്ച് പെരിഞ്ജീരകവും ചേർത്താണ് കടുക് പൊട്ടിക്കാനിടുന്നത്. കാരണം പെരിഞ്ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ലതാണ്. ഈ മുട്ടക്കറിക്ക് വരുമ്പോൾ ചെറിയൊരു ഇത് വരുന്നത് നല്ലതാണ്. പിന്നെ അതിലേക്ക് ഒരു സബോളയാണല്ലോ എടുത്ത് വെച്ചത്, നമ്മൾ ഒരു വലിയ സബോള, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റാം. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അപ്പം സബോള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കുന്നത്. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, ഇനി ഈ സമയത്തേക്ക് ഒരു 3-4 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറും. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലിട്ടിരിക്കുകയാണ്, ഒരു ചെറിയൊരു ബൗളിലിട്ടിരിക്കുകയാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടെ 3ഉം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, ഓരോരോ ടീസ്പൂൺ വെച്ചിട്ട്. ഗരം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനതൊരു 1.25-1.5 ടീസ്പൂണിൽ എടുത്തിട്ടുണ്ട്.
വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ്ഗ് കറിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എല്ലാം വറുത്ത് പൊടിച്ച ഐറ്റംസ് ആണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം വേണം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി നമുക്കറിയാം, എന്നത്തെയും പോലെ തക്കാളി വഴറ്റാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് സമയം കൊടുക്കുക. തക്കാളി ഉടഞ്ഞ് വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രുചി കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്ത് വഴറ്റി എണ്ണ തെളിഞ്ഞതിന് ശേഷം മുട്ടയിടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ അത്രയും ചെയ്യുന്നില്ല, കാരണം എനിക്ക് സ്പീഡിലുണ്ടാക്കണം. ഉച്ചയ്ക്ക് ഇപ്പം മോൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്കിത് റെഡിയാക്കി വെക്കണം. എക്സാം കഴിഞ്ഞ് വരുമല്ലേ, അപ്പോൾ വിശന്ന് വരണ സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അല്പസമയം മാത്രമേ എടുക്കുന്നുള്ളൂ വഴറ്റിയിട്ട് അതിനകത്തേക്ക് മുട്ട ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് കണ്ടു കാണും. ഇനിയിപ്പം മുട്ടയാണ് ചേർക്കേണ്ടത്. പിന്നെ മുട്ട ഞാനിവിടെ നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ അറിയാം. ഒരു 8-9 മിനിറ്റിന് ശേഷമാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അധികം ഹാർഡ് ബോയിൽഡ് ആയിട്ടില്ല, ഒരു ഫ്ലഫി പോലെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അവന് ഭയങ്കര ഇഷ്ടമാണിത് ഈ ഒരു അവസ്ഥയിൽ കഴിക്കാനായിട്ട്. മോൾക്ക് കുറച്ചും കൂടെ കട്ടിയായതാണ് ഇഷ്ടം. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരെണ്ണം പോയിട്ടുണ്ട് അതിനകത്തുനിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇളക്കരുത്, കാരണം ഇത് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്താണല്ലോ. ഇളക്കി കഴിഞ്ഞാൽ ഉണ്ണി അതിനകത്തേക്ക് യോജിച്ച് പോകും. അപ്പോൾ പിന്നെ കുട്ടികൾ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങും. അങ്ങനെ എളുപ്പത്തിലുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു, വളരെ ഈ 2-3-4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇനി ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ല, നോൺ വെജ് വേണം നിർബന്ധമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ പോകുന്നത് മാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചെന്ന് അറിയാമല്ലോ. കണ്ടില്ലേ, അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ലൂസാണ് മാവ്. അപ്പോൾ അതിൽ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. ചിലപ്പം ഷേപ്പൊന്നും ശരിയാവത്തില്ല, കാരണം വെള്ളം കൂടുതലും, പിന്നെ പച്ചരി മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ മറ്റേ ഉഴുന്ന അരി ദോശ പോലെ നല്ലോണം അങ്ങനെ പരത്തിയൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിൻ്റെ ആ ഒരു രീതിയാണ് നമുക്കറിയാം. പച്ചരി മാത്രമാകുമ്പോൾ കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ചും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിക്കുകയാണ്. 2 വശം നന്നായിട്ടൊന്ന് മൂത്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. എൻ്റെ മോള് പറയുന്നത് പത്തിരിയുടെ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അവൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. കാരണം അരിപ്പൊടിയും തേങ്ങയും ആണല്ലോ, അതുകൊണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പം ദോശ തയ്യാറായിട്ടുണ്ട്. കുറച്ച് ഞാൻ നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം പരീക്ഷ കഴിഞ്ഞ് വരുന്ന ആൾക്ക് അറിയാൻ പാടില്ല എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, സമയമായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും എന്താ ലഞ്ചിന് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ദോശയോ മുട്ടയോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദോശ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പം ഈ നീർദോശ ഒന്ന് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, മിക്കവരും ഉണ്ടാക്കുന്ന വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, കുക്കിംഗ് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഒരു 4 മണിക്കൂർ നേരം പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കറികൾ, ഇതുപോലെ നിങ്ങൾക്ക് വെജിറ്റേറിയൻ കറികളാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും കൂട്ടി കഴിക്കാം, മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദോശ റെഡിയായി, മുട്ടക്കറി റെഡിയായി. ഇനി ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കി വയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി അല്പം റോക്ക് സോൾട്ട് എടുത്തിട്ടുണ്ട്, ഹിമാലയൻ റോക്ക് സോൾട്ടാണത്. അതുകൂടാതെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, അല്പം ഇഞ്ചി, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. അത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, പ്രൊസീജിയറൊക്കെ അറിയാവുന്നതാണ്. സംഭവം എല്ലാം കൂടെ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ച് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. 2 നാരങ്ങ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പുളി അധികം വരാൻ പാടില്ല. അതുകൊണ്ട് 2 കപ്പ് വെള്ളം കൂടെ എടുത്ത് അടിച്ച് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. കാണിച്ചു തരാം ഇപ്പം കിട്ടുന്ന അതിൻ്റെ നാച്ചുറലായിട്ടൊരു നല്ല കളറിൽ നമുക്ക് നാരങ്ങ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചൂടിൽ നിന്ന് കയറി വരുമ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കുടിക്കാൻ രീതിയിൽ ആണിരിക്കുന്നത്. പിന്നെ കുട്ടികൾ
വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഐസ് ക്യൂബ്സ് വേണ്ട, അത് അവോയ്ഡ് ചെയ്യാം. കാരണം തൊണ്ട അല്ലെങ്കിൽ പ്രോബ്ലം ആവും. അതുകൊണ്ട് ഐസ് ക്യൂബ്സ് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് സ്കൂളിൽ നിന്ന് കയറി വരുമ്പോഴേ ഈ തണുത്ത ഇത് കൊടുക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഈ തണുത്ത വെള്ളം കൊടുക്കാൻ എപ്പോഴും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഐക്കിയയുടെ പ്രോഡക്റ്റ്സ് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ ബാക്കി കുറച്ചുകൂടെ പ്രോഡക്റ്റ്സ് കാണിക്കാം. ഓക്കെ, അപ്പം അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.